സ്വർണ്ണപ്പാളി സ്പോൺസർക്ക് കൈമാറിയതിൽ വീഴ്ചയുണ്ടായെന്ന് സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 1999 മുതൽ 2021 വരെയുള്ള എല്ലാ കാര്യത്തിലും സമഗ്രമായ അന്വേഷണം വേണം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ പാടില്ലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ദേവസ്വം ബോർഡിന് ധാരണയില്ലെന്നും ശബരിമലയിലെ സ്വർണം ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള രജിസ്റ്ററുകൾ കൃത്യമാണെന്നും പ്രശാന്ത് പറയുന്നു. കഴിഞ്ഞ ദിവസം കട്ടൻ കാപ്പിയുടെ അഴിമതി പോലും താനോ ഡയറക്ടർ ബോർഡ് അംഗങ്ങളോ നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞ പ്രസിഡന്റ് തന്നെയാണ് ഇപ്പോൾ വീഴ്ചയുണ്ടായതായി സമ്മതിച്ചിരിക്കുന്നത്. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത് ബംഗളൂരുവിലേക്കാണ്. സ്വർണ്ണപ്പാളി ശ്രീരാംപുര ക്ഷേത്രത്തിൽ എത്തിച്ചതായാണ് വിജിലൻസിന് ലഭിച്ച വിവരം. യഥാർത്ഥ സ്വർണ്ണപ്പാളി മാറ്റി മറ്റൊരു പാളിയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ കൊണ്ടുവന്നതെന്ന് വിജിലൻസ് അന്വേഷിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ബാംഗ്ലൂരുവിലുള്ള സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യുമെന്ന് വിജിലൻസ് വ്യക്തമാക്കി. ശ്രീരാംപുര ക്ഷേത്രത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് 2019 സ്വർണം പൂശാൻ ചെന്നൈയിൽ എത്തിച്ചത് ചെമ്പ് പാളിയെന്നാണ് കണ്ടെത്തൽ. തിരുവാഭരണം കമ്മീഷണർ തയ്യാറാക്കിയ മഹസറിൽ സ്പോൺസറായി ഒപ്പിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. 1999 വിജയ് മല്യ സ്വർണം പൂശിയ പാളി എങ്ങനെ ചെമ്പായി മാറിയെന്നതിലാണ് ദുരൂഹത. 2019 ഓഗസ്റ്റ് 29 ദ്വാരപാലക ശില്പപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്സ് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിക്കുന്നത്. ഒരു മാസം ഇവ അനധികൃതമായി ഇയാൾ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. സ്വർണം പൂശുന്നതിന് മുമ്പ് 38,258 ഗ്രാം ചെമ്പുപാളികളാണ് നേരിൽ കണ്ടതെന്ന് അന്നത്തെ തിരുവാഭരണം കമ്മീഷണർ RG രാധാകൃഷ്ണൻ തയ്യാറാക്കിയ മഹസറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഉത്തരമില്ല. പിന്നെന്തിനാണ് 2019 2025 ദ്വാരപാലക സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടത് എന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥതല വീഴ്ച സംഭവിച്ചെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകളും സ്വർണ്ണപ്പാളി അടക്കം ഉപയോഗിച്ച് നടത്തിയ പണപ്പിരിവ്, സംഭാവന എന്നിവയിലും വിജിലൻസ് അന്വേഷണം നടത്തും. ബംഗളൂരുവിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും സ്വർണ്ണപ്പാളി വഴി സംഭാവന സ്വീകരിച്ചോ എന്ന് പരിശോധിക്കും. അതേസമയം വിഷയത്തിൽ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. സ്പോൺസറെ പഴിചാരി വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവസ്വം ബോർഡിനാവില്ലെന്നും അയ്യപ്പന്റെ പണമെടുത്തവൻ ഒരു കാലത്തും ഗതി പിടിക്കില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. CBI അന്വേഷണം വേണമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ നിലപാട്. സ്വർണ്ണപ്പാളി വിഭാഗവുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉടൻ ചോദ്യം ചെയ്യും. ഈ മാസം 27 വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേക്കും. ശബരിമല സ്വർണ്ണപ്പാളി കാണാതായതിൽ പിണറായി വിജയൻ സർക്കാരുകളിലെ ദേവസ്വം മന്ത്രിമാരും അക്കാലയളവിലെ ദേവസ്വം പ്രസിഡന്റുമാരും ഉത്തരവാദികളാണെന്നും കളവാണ് നടന്നതെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ പാളികൾ കൊടുത്തുവിട്ടു. കൊടുത്തയച്ചവർക്ക് കമ്മീഷൻ കിട്ടിക്കാണുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്വർണ്ണപ്പാളി വിവാദം കൂടാതെ GST തട്ടിപ്പിനെതിരെയും VD സതീശൻ ആഞ്ഞടിച്ചു. 200 കോടിയുടെ GST തട്ടിപ്പിൽ ധനമന്ത്രി മിണ്ടുന്നില്ലെന്നും ആകെ ചെയ്തത് വ്യാജ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക മാത്രമാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വ്യാജ GST രജിസ്ട്രേഷൻ തട്ടിപ്പ് നടന്നതായി സർക്കാർ സ്ഥിരീകരിച്ചിരുന്നു. വിഷയത്തിൽ 7 FIRകൾ രജിസ്റ്റർ ചെയ്തതായി മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കൈമാറ്റം നടന്നതായി ധനമന്ത്രിയും വ്യക്തമാക്കി.